സലാലയിൽ നിന്നും ഞങ്ങൾ അലൈനിലേക്ക് പോകുന്നത് ഒരു കോസ്റ്റൽ റൂട്ടിലൂടെയായിരുന്നേ. ശരിക്കും ഈ ഒരു വഴിക്ക് പോരുമ്പോഴത്തേനും കിലോമീറ്ററും കൂടുതലാണ്, അതുപോലെ തന്നെ സമയവും കൂടുതലെടുക്കും. എന്നാൽ ഈ ഒരു കോസ്റ്റൽ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോഴേ ഞങ്ങൾ വന്ന ആ ഒരു കോസ്റ്റൽ റൂട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അതുപോലെ ഏത് വഴിയിലൂടെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആ ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചോളെ. നമ്മൾ നേരെ സലാലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ ഹൈമ സെറ്റ് ചെയ്യുക. അപ്പം അതിനിടയ്ക്ക് സ്റ്റോപ്പ് ഓവറായിട്ട് നമ്മൾ സദ, ഹാസിക്ക്, അൽഷുവാമെ എന്നീ സ്ഥലങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ നമ്മൾ സലാലയിൽ നിന്നും ഇറങ്ങി റൂട്ട് നമ്പർ 49 വഴിയാണ് നേരെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂട്ട് നമ്പർ 49 വഴി വന്ന് സദയിലെത്തും. ഈ ഒരു സദയിലൂടെയൊക്കെ പോരുമ്പോഴത്തേനും നമ്മുടെ ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിലും മലയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സദയിൽ നിന്നും നമ്മൾ റൂട്ട് നമ്പർ 49 കണ്ടിന്യൂ ചെയ്ത് നേരെ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും ഹാസിക്കിലെത്തും. ഹാസിക്കിലെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ യാത്ര റൂട്ട് നമ്പർ 42 ആയിരിക്കും. അപ്പോൾ ഹാസിക്കിൽ നിന്നും നമ്മൾ നേരെ ഈ റൂട്ട് നമ്പർ 42 കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അൽഷുവാമയിലേക്കാണ്. ഈ ഒരു അൽഷുവാമ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു റൗണ്ട് അബൌട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റിലോട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മലയാളി റെസ്റ്റോറൻറ്റും യമനി റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. നല്ല സീ ഫുഡ് ഒക്കെ കൂട്ടി നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ അൽഷുവാമ എത്തിക്കഴിയുമ്പോൾ റൗണ്ട് ബോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് പെട്രോളൊക്കെ ഫുള്ള് അടിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാം. അൽഷുവാമ കഴിഞ്ഞ് ഏകദേശം 35 കിലോമീറ്ററോളം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഷാലിം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഈ ഒരു ഷാലിമിൽ നിന്നും നമ്മുടെ യാത്ര റൂട്ട് നമ്പർ 42 തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് PDOയുടെ എണ്ണപ്പാടങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്രോളിയം പ്ലാന്റുകളും ഒക്കെ കണ്ട് ഈ ഒരു വിജനമായ റോഡിലൂടെ യാത്ര തുടരാം. ശരിക്കും ഈ ഒരു റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്നായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂട്ട് നമ്പർ 42 നിന്നും നേരെ റൂട്ട് നമ്പർ 39 റൂട്ട് നമ്പർ 39 നിന്നും നമ്മൾ നേരെ റൂട്ട് നമ്പർ 31 ആ ഒരു 31 നമുക്ക് നേരെ ഹൈമയിലെത്താം. ഹൈമ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നിസ്വയിൽ കയറാതെ തന്നെ ഡയറക്റ്റ് ഇബ്രിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് നമ്പർ 29 പിടിക്കാം. എന്നാൽ ഞാൻ ഈ ഒരു റൂട്ട് നമ്പർ 29 ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. ആ റോഡ് അത്ര സേഫ് ആയിട്ടുള്ള റോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ എല്ലാവരോടും നിസ്വ ടച്ച് ചെയ്ത് പോരുന്നതിനാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയ യാത്ര രാത്രി ഏകദേശം 9:30 മെസ്സേജ് ബോർഡറിൽ എത്തിച്ചേർന്നു. ബോർഡറിലെ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം 10:30 വീട്ടിലെത്തി. താങ്ക്